5 മിനിറ്റ് കൊണ്ട് ആർക്കും ഏതൊരാൾക്കും ഇനി ഹിന്ദി പഠിക്കാം. അതെ, ഒട്ടും അറിയാത്ത ഏതൊരാൾക്കും ഹിന്ദി സംസാരിച്ചു പഠിക്കാം. അതിനായി ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കാണുക. നമ്മളിപ്പോൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? സ്വന്തത്തെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്താൻ പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ മറ്റൊരാളെ പരിചയപ്പെടുത്താൻ പഠിക്കുന്നതിന് എങ്ങനെയാണ് നമുക്ക് ഹിന്ദിയിൽ പറയാം? അതായത് നമ്മളെക്കുറിച്ച് എൻ്റെ പേരെന്താണ്, എൻ്റെ ജോലി എന്താണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, എനിക്ക് എത്ര വയസ്സായി, ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മളെക്കുറിച്ച് ഒരു അഭിമുഖം, ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് ഏതൊരു ഭാഷയിലും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഏതൊരു ഭാഷയിലും ഇത് ആദ്യം പഠിച്ചിരിക്കുകയും വേണം. ഇതിനെ പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നാണ്. നമ്മളെക്കുറിച്ച് മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിത് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. അതിന് ഏറ്റവും ആദ്യമായി ഞാൻ, എൻ്റേത്, എനിക്ക്, ഇതാണല്ലോ ആദ്യമായി പഠിക്കേണ്ടത്. അതിനെന്താണ് പറയാറുള്ളത്? ഞാൻ എന്നതിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് സർവനാമം. മേ എന്നാണ് ഉപയോഗിക്കുന്നത്. മേ. എൻ്റെ എന്നതിന് മേര, മേരി, മേരെ എന്നിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് എന്നതിന് മുജെ എന്നും സാധാരണ ഭാഷയിൽ മേരേക്കോ എന്നും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിക്കാം. അത് ഞാൻ സഈദാണ്. എങ്ങനെ ഹിന്ദിയിൽ ഒരാളെ പരിചയപ്പെടുത്താം? മേ സഈദ് ഹൂ. ഓക്കെ, ഇദ്ദേഹം നെജിലയാണ്. എങ്ങനെ പറയാം? ഞാൻ നെജിലയാണ്. മേ നെജ്ല ഹൂ. കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, അദ്ദേഹം പറയാണ് ഞാൻ ജോൺ ആണ്. എങ്ങനെ പറയും? മേ ജോൺ ഹൂ. ഞാൻ ഷീലയാണ്. മേ ഷീല ഹൂ. ഓക്കെ, വളരെ ക്ലിയർ ആണ്. അപ്പം അങ്ങനെ നമ്മൾ ആദ്യം പറയാം. പക്ഷെ അങ്ങനെ മാത്രമല്ലല്ലോ പറയാം. ഈ എൻ്റെ പേര് സഈദ് എന്നാണ്. അതെങ്ങനെ പറയണം? അത് പറയുന്നതിന് മുൻപ് ചെറിയൊരു കാര്യമുണ്ട്. മേ എന്ന് വരുമ്പോൾ അധികം ആൾക്കാർക്കും സംശയം ഉണ്ടാവാറുണ്ട്. സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ ഹേ, ഹോ, ഹൈ, ഹും ഏതാണ് ചേർക്കേണ്ടതെന്ന്. യഥാർത്ഥത്തിൽ മലയാളികൾ ഹിന്ദി പറയാത്തതിന്റെ കാരണം തന്നെ അതാണ്. ഹൂ എന്ന് എവിടെ പറയാൻ അറിയാത്തതുകൊണ്ടാണ്. മേ എന്ന് പറയുമ്പോൾ നിങ്ങൾ സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായും ഹൂം എന്നാണ് ചേർക്കേണ്ടത്. ഇത് ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം ഒരു മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. ഹേ, ഹോ, ഹൈ എന്ന് കളിക്കുന്നുണ്ട്. അവിടെ നമ്മൾ തീർച്ചയായും ഉപയോഗിക്കേണ്ടത് ഹൂ എന്നാണ്. മേ വന്നിട്ടുണ്ടെങ്കിൽ അവസാനം എന്തായാലും ഹൂ എന്നാണ് വരിക. ഞാനാണ്, ഞാൻ ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി മേര എന്ന് പറയുമ്പോഴോ എൻ്റെ പേര് സഈദ് എന്നാണ്, എൻ്റെ പേര് നെജില എന്നാണ്. അതെങ്ങനെ ഹിന്ദി പറയണം? മേര നാം സഈദ് ഹേ എന്ന് പറയാം. ഇവിടെ മേര എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ ഹേ എന്നാണ് വരേണ്ടത്. ഇനി എൻ്റെ പേര് നെജില എന്നാണ്. മേര നാം നെജില ഹേ. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേര് ഷീല എന്നാണ്. പറയൂ. മേര നാം ഷീല ഹേ. എൻ്റെ പേര് ജോൺ എന്നാണ്. മേര നാം ജോൺ ഹേ. ഓക്കെ, അപ്പോൾ ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ഒന്നുകൂടി പറയാം. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ പേര് പറഞ്ഞു, നമ്മുടെ സ്ഥലം പറയുക. അതെങ്ങനെ പറയണം? നമ്മളൊരു സ്ഥലം പറയുമ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ്, ഞാൻ കോഴിക്കോടിൽ നിന്നാണ് എന്ന് പറയാറില്ലേ? ഇവിടെ ഇൽ നിന്ന് എന്നീ പറയുന്ന ഇത്രയും വാക്കുകളെ നമുക്ക് ഹിന്ദിയിൽ ഒരൊറ്റ അക്ഷരം വെച്ച് പറയാം. സേ എന്ന അക്ഷരം. അപ്പൊ ഞാൻ കേരളത്തിൽ നിന്നാണ്. മേ കേരള സേ ഹൂ. ഞാൻ ദുബായിൽ നിന്നാണ്. മേ ദുബായ് സേ ഹൂ. ഞാൻ ഖത്തറിൽ നിന്നാണ്. മേ ഖത്തർ സേ ഹൂ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. മേ കാലിക്കറ്റ് സേ ഹൂ. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് പറയാം. ഞാനൊരു ടീച്ചറാണ്. എങ്ങനെ പറയണം? मैं एक टीचर हूँ. ഞാനൊരു എഞ്ചിനീയർ ആണ്. मैं एक इंजीनियर हूँ. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. मैं एक स्टूडेंट हूँ. അത് ഇംഗ്ലീഷ് വാക്കല്ലേ? ഇംഗ്ലീഷ് വാക്കാണ്. പക്ഷെ ഹിന്ദിക്കാർ അധികവും സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ തന്നെയാണ് ജോലിക്കൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇപ്പം ഞാനിവിടെ നേരത്തെയും പറഞ്ഞു ടീച്ചർ ഹൂ എന്നാണ് പറഞ്ഞത്. നമ്മളും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഞാനൊരു അധ്യാപകനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഞാനൊരു ടീച്ചറാണ് എന്നല്ലേ പറയാറ്. അതുപോലെ തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷ് വാക്കുകൾ പലയിടങ്ങളിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനെന്ന് പറയുമ്പോൾ ഹൂ എന്ന് പറയണം. അതല്ലേ പറഞ്ഞ നേരത്തെ? ഞാനെന്ന് പറയുമ്പോൾ ഹൂ എന്ന് പറയണം. ഓക്കെ, അപ്പം ഞാൻ കേരളത്തിലാണ്. എങ്ങനെ പറയണം? മേ കേരൾ സേ ഹൂ. ഓക്കെ, ഞാൻ സഈദാണ്. മേ സഈദ് ഹൂ. ഞാനൊരു ടീച്ചറാണ്. മേ ഏക് ടീച്ചർ ഹൂ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഒരുപോലെയായി. നിങ്ങൾക്കും ഇതുപോലെ ഓരോരുത്തരും പറഞ്ഞു നോക്കുക. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എവിടെ നിന്നാണെന്നും ഒക്കെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഇനി 5 മിനിറ്റ് കൊണ്ട് ഇനി നിങ്ങൾക്കും ഹിന്ദി പഠിക്കാം. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ വീഡിയോയുടെ സീരീസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഖുദാഫിസ്.